ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ പറമ്പിലുള്ള കൊടിയെന്ന് കുറ്റിക്കുരുമുളകാക്കാൻ വേണ്ടി കുറേ തണ്ടൊക്കെ വെട്ടി നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണത്തിൽ മുളക് വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ആ ഒരെണ്ണം നമ്മൾ ഗ്രോ ബാഗിൽ നടാൻ പോവുകയാണേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കുറ്റിക്കുരുമുളകൊക്കെ നട്ടിട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ. കാരണം എനിക്ക് നേരത്തെ ഒരു 10-40 അടുത്ത ഗ്രോ ബാഗിൽ കുറ്റിക്കുരുമുളക് കൃഷി ഉണ്ടായിരുന്നു. നമുക്ക് ഏകദേശം ഒരു 5 വർഷത്തോളം നിറച്ച് വിളവും കിട്ടി കേട്ടോ. പിന്നെ നമ്മുടെ അതിൻ്റെ ഗ്രോ ബാഗൊക്കെ കേടായപ്പം പറമ്പിൽ കൊണ്ട് നട്ടു വയ്ക്കുവാണ് ഇത്. പല മരത്തിൻ്റെ ചുവട്ടിൽ കൂടെ കൊണ്ട് നട്ടു വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതൊക്കെ മരത്തെ കൂടെ കയറി അങ്ങ് വളർന്ന് സ്പ്രെഡായിട്ട് പോകും. പിന്നെ നമ്മളതിന് അടിവളമായിട്ട് കോഴിവളവും ചാണകവെള്ളവും എല്ലാം കലക്കി ഒഴിച്ചാണ് നട്ടത്. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ടും കിട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും നമ്മുടെ കുറ്റിക്കുരുമുളക് നടുന്നൊക്കെ ഉണ്ട് കണ്ടിട്ട് വരാം കേട്ടോ. ഗ്രോ ബാഗിൽ നടുന്ന കാര്യങ്ങളും ഞാനിവിടെ നേരത്തെ ഒരു കുറ്റിക്കുരുമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയും റിസൾട്ടും കാര്യങ്ങളും വളർച്ചയൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാവേ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ വിത്തൊക്കെ പാകുന്ന ചെറിയ ഗ്രോ ബാഗ് ഉണ്ടല്ലോ, അതിൽ ഞാൻ നട്ടുവെച്ചേക്കുന്ന ചെറിയൊരു കുറ്റിക്കുരുമുളകിൻ്റെ തൈയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ അതിൻ്റെ ഗ്രോ ബാഗൊക്കെ മണ്ണൊക്കെ തിങ്ങി നിറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന അതിൻ്റെ വേരാണ് കേട്ടോ. അത് പുറത്തേക്ക് ഇങ്ങനെ സ്പ്രെഡായിട്ട് നിൽക്കുവാണേ. പിന്നെ അതിൽ കുരുമുളക് പിടിച്ചും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുരുമുളക് മൊത്തത്തിൽ 3 തിരി പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രോ ബാഗ് എന്തായാലും മാറ്റുന്നതിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ പോട്ട് മിക്സ് ആയിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ മണ്ണും അതുപോലെ ചാണകപ്പൊടിയും പിന്നെ കുറച്ച് മണലുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗ്രോ ബാഗിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ തൈ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ചെടിയുടെ വേരിനൊന്നും ക്ഷതം പറ്റാണ്ട് നമ്മൾ സൂക്ഷിച്ചാണ് മുറിച്ചെടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ വേരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ലെയർ ചാണകപ്പൊടി ഇട്ട് കൊടുത്തേ. ഇനിയിപ്പം നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ആ മുകളിൽ കാണുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ മണ്ണിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്തപ്പോൾ തന്നെ അതിൽ നിന്ന് ചെറിയ ചെറിയ വേരുകൾ കാണാമല്ലോ, ആ വേര് പെട്ടെന്ന് സ്പ്രെഡാകാൻ വേണ്ടിയാണ്. പിന്നെ ബാക്കി പോർഷനോടെ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുറ്റിക്കുരുമുളക് നടാൻ, വളരെ സിമ്പിളാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് ഒരു 2 ആഴ്ചത്തേക്ക് വയ്ക്കാണ്ടിരിക്കുക. മെയിനായിട്ട് ഇതിന് തണൽ കൊടുക്കുന്നതാണ് നല്ലത്. എങ്കിലേ ഇതിൻ്റെ വേരൊക്കെ നല്ലോണം സ്പ്രെഡ് ആകുള്ളൂ. അപ്പോൾ ഈ കാണുന്നത് ഞാൻ നേരത്തെ നട്ടു വെച്ചൊരു കുറ്റിക്കുരുമുളകാണേ. അപ്പോൾ അതിന് നല്ലോണം റിസൾട്ട് കിട്ടുന്നുണ്ട്. നോക്കി അതിൻ്റെ കുരുമുളകിൻ്റെ വലിപ്പമൊക്കെ ഉണ്ടോ. ഇത് ഞാൻ ചിലരോടൊക്കെ ചോദിച്ചപ്പം നമ്മുടെ കരിമുണ്ട എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. ചിലർ പന്നിയൂർ വണ്ണം എന്നൊക്കെ പറയുന്നു. എനിക്കും തോന്നുന്നത് കരിമുണ്ടയാണെന്നാണ് കേട്ടോ. കാരണം അതിൻ്റെ സീഡ് നല്ലോണം ഉരുണ്ടല്ലേ വന്നേക്കുന്നത്. നമ്മുടെ കുരുമുളകിൻ്റെ വലിപ്പം കാണാമല്ലോ. പിന്നെ ഞാനിവിടെ ഒരു ഗ്രോ ബാഗിലായിട്ടാണ് നട്ടേക്കുന്നത്. പിന്നെ അതിൻ്റെ 2 അറ്റത്തും കട്ടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ചെറിയൊരു പന്തലാണ് കേട്ടോ. പാവലിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പന്തലാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ കുരുമുളക് നല്ലോണം ഉണ്ടായിരുന്നുണ്ട്. നല്ല സൈസുള്ള കുരുമുളകാണ് കേട്ടോ. പിന്നെ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പം ഇതിൻ്റെ ഈ കുരുമുളകിൻ്റെ മുകളിലേക്ക് വള്ളിയായിട്ട് വിടുന്ന തണ്ടുകളൊക്കെ ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്ത് വിടണം. കാരണം നമുക്ക് എന്തോരം സൈസിലാണോ നിർത്തേണ്ടത്, ഇപ്പോൾ ഒരു 4.5 അടി ഹൈറ്റ് ആണെങ്കിൽ ആ ഒരു ഹൈറ്റ് കഴിഞ്ഞ് വളരുന്ന തണ്ടൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് വിടണം. അല്ലെങ്കിൽ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് വളർന്ന് കയറിപ്പോവും. നമുക്ക് കുറ്റിക്കുരുമുളകാണല്ലോ വേണ്ടത്. അല്ലെങ്കിൽ ഇത് സ്പ്രെഡായിട്ട് അങ്ങ് വളർന്നു പോകും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഇതിന് കെയർ കൊടുക്കണം കേട്ടോ. അത് വലിയ പണിയൊന്നുമല്ല. അപ്പോൾ ഞാനിവിടെ ദിവസം ഒരു നേരം വീതം നനയ്ക്കും കേട്ടോ. അപ്പോൾ വാട്ടറിങ്ങിൻ്റെ കാര്യം നമ്മൾ വെയിലൊക്കെ ഉള്ളപ്പോൾ നല്ലോണം നനച്ച് കൊടുക്കണം. അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ പിന്നെ നനയ്ക്കേണ്ട കാര്യം പറയേണ്ടതില്ല, നനയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ വളം എന്ന് പറയുമ്പം ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് കേട്ടോ. കാരണം നമ്മൾ ഈ ചാണകവെള്ളം കലക്കി ഒഴിക്കുകയും പിന്നെ ഈ പച്ചില വളങ്ങളും എല്ലാം ഇത് നല്ല എഫക്റ്റീവാണ്. അപ്പോൾ നമ്മുടെ ചുവന്നേഞ്ചിയുടെ വീഡിയോയിൽ ഞാൻ ഇത് തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ. കാരണം ഞാനവിടെ എല്ലാ ചെടിക്കും ഈ വളം തന്നെയാണ് കൊടുക്കുന്നത്. ആ വളം കൊടുത്തിട്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 3-4 ജോഡി കുറ്റിക്കുരുമുളക് വീടുകൾ നടന്നാണ് എൻ്റെ ഒരു അഭിപ്രായമേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ കുരുമുളകിനെ കഴിഞ്ഞും നല്ല വിളവ് കിട്ടുന്ന ഒരു കൃഷിയാണ് കുറ്റിക്കുരുമുളക്. പിന്നെ നമുക്കിത് മരത്തേലൊന്നും കയറി പറിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ലല്ലോ. നമുക്ക് നിലത്ത് നിന്നുകൊണ്ട് തന്നെ ഒരുപാട് മുളക് വിളവെടുക്കാൻ പറ്റുമേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു കേട്ടോ. കമൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനും ഒക്കെ സാധിക്കുള്ളേ. പിന്നെ നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് വേറൊരു വീഡിയോ ഇട്ട് കാണാം.